അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ നൂറ ഹബീബ് തങ്ങളെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ അതിനെപ്പറ്റി തന്നെയാണ്, അതിൻ്റെ ചില കമൻറ്റുകൾ വായിച്ചപ്പോൾ ഒന്നുകൂടി പറയണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അദ്ദേഹം ഒന്നും തന്നിട്ടൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയാണ്ടാണ് ചിലർ ഇങ്ങനെ ചോദിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗത്തിൽ ഓരോ വേദിയിൽ വെച്ചും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ വലിയ അറിവുള്ള ആളൊന്നും അല്ല, വലിയ പണ്ഡിതനൊന്നും അല്ല, ഖുർആൻ വരെ ഓതാൻ പഠിച്ചത് ഇപ്പോഴാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, തജ്വീദിൻ്റെ നിയമമനുസരിച്ച് ഖുർആൻ ഓതാൻ അറിയുന്നവർ വളരെ വിരളമാണെന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഉൾക്കൊണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാകണം. എൻ്റെ സ്വന്തം നഫ്സിൻ്റെ കാര്യം ചിന്തിക്കാതെ മറ്റേ ആളെ കാര്യം എന്താകും, അയാളെ കാര്യം എന്താകും എന്ന് പറഞ്ഞിട്ട് ബേജാറാണ്. നമുക്ക് അയാളെ കാര്യത്തിലാണ് ബേജാറ്, നമ്മളെ കാര്യത്തിൽ ബേജാറില്ല. എന്നതുപോലെ അദ്ദേഹം ഒരു കമൻറ്റ് ചോദിക്കുകയാണ്, അദ്ദേഹം സ്ത്രീകളെ പറ്റിച്ച് കുറേ പൈസ വാങ്ങുന്നുണ്ടല്ലോ എന്ന്. സ്ത്രീകളെ വിളിച്ചു വരുത്തിയാണ്ട് പറ്റിച്ചാണ് മൂപ്പർക്ക് പണി. ഇവിടെ എന്തൊക്കെ സ്വർണം വെളുപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പരി കൂടെ വന്നുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ സ്വർണം വാങ്ങിയിട്ട് ഒരു പളങ്കിലിട്ടിട്ട് ഒരു വെള്ളത്തിലിട്ടിട്ട് അതിന് പകരം വേറൊന്ന് കൊടുത്തുകൊണ്ട് അതേ രൂപത്തിൽ കൊടുത്തുകൊണ്ട് കഴിച്ചിലാണ് എത്ര തട്ടിപ്പുകാരുണ്ട്. എന്നാൽ ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യണില്ലല്ലോ. സ്ത്രീകളെ വിളിച്ചു വരുത്തിയാണ്ട് പൈസ വാങ്ങുകയാണോ? ഈ കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും അറിയാം എന്തിനാണ് പൈസ വാങ്ങിയത്, എന്തിനാണ് സംഭവിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഈ സ്ത്രീകൾ, രംഗത്ത് വന്ന ആളുകളുണ്ടല്ലോ, ഈ തട്ടിപ്പ് നടത്തണമെന്ന് പറയുന്ന ആളുകൾ, അവർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എന്തിനു പോയി, അത് നമ്മൾ നോക്കേണ്ടത്. ഒരു സദസ്സിലേക്ക് ഇദ്ദേഹം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാണ്ട് ആരോട് അയാൾ പൈസ ചോദിച്ച് വാങ്ങിയത്? ഇനി ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ നോളെ അതിന് കൊടുക്കാൻ നിൽക്കണം. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അയാളൊരു മജ്ലിസ് മാത്രമല്ല, പല മജ്ലിസുകളുണ്ട്. അതിൻ്റെ സ്വന്തം സംഘടനാപരമായിട്ട് നടത്തുന്ന ഈ കൊറോണ വന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഓരോന്നുണ്ടായത്. അപ്പം എല്ലാത്തിനുമെതിരെ വിമർശനം വിമർശിക്കുകയാണെങ്കിൽ, എന്നാൽ ഇദ്ദേഹം കിട്ടുന്ന സംഖ്യ മൊത്തം അദ്ദേഹം പറയുന്നത് ഇത്ര ഏക്കർ വാങ്ങിയിട്ടുണ്ട്, അത് സാധുക്ക് കൊടുക്കാനാണെന്ന്. മറ്റിവിടെ മജ്ലിസ് നടത്തുന്ന ആളുകൾ, ഇപ്പോൾ അറിവിൻ നിലാവ് പോലത്തെ മറ്റുള്ള മജ്ലിസുകളൊക്കെ നടത്തുന്ന ഈ അറിവിൻ നിലാവിൻ്റെ ആ മജ്ലിസിനെ അവരെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ, ഈ സുന്നി മുസ്ലിം ജമാഅത്ത് പറഞ്ഞ ആളുകൾ തന്നെ അതിനെ വിമർശിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിലൊക്കെ പൈസ വരുന്നുണ്ടല്ലോ. അതൊക്കെ എന്താ ചെയ്യണത്? നമ്മൾ അങ്ങനെ കൂലങ്കുശമായി ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാത്തിനും ആണ് അന്വേഷണം പുറപ്പെടുവിച്ചിട്ട് അവരൊക്കെ ജയിലിലാക്കാൻ നോക്കണം. ഇവർ നടത്തുന്നതൊക്കെ തട്ടിപ്പാണെങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ ഈ യൂട്യൂബിലൂടെ കേൾക്കുന്നത് അനുസരിച്ച് കണ്ട് അയാൾ തട്ടിപ്പ് നടത്തി, അല്ലെങ്കിൽ അയാൾ ഇത് ചെയ്ത് ഏതെങ്കിലും പെണ്ണുങ്ങളെ രംഗത്തിറക്കിയിട്ട്, അത് യുക്തിവാദികളുടെ സ്വഭാവമാണ്. പെണ്ണുങ്ങളെ രംഗത്ത് ഇറക്കിയിട്ട് ഒരു വിഭാഗത്തിനെ തകർക്കാൻ നോക്കുക. ഇപ്പോൾ ജാമിദ അറിയുന്നൊരു പെണ്ണിനെ രംഗത്തിറക്കിയിട്ട് ഇവിടെ എന്തൊക്കെ കളികൾ നടന്നു. എന്നിട്ട് ഇസ്ലാമിനെന്താ സംഭവിച്ചത്? മുസ്ലിമിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഒരു ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ആർക്കാണ് ഇവിടെ ചീത്തപ്പേര് കേൾക്കാത്തത്? ഇപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എന്താണ്, വ്യക്തിപരമായിട്ട് സ്വന്തം ഈ വലിയ മുതലാളിമാരാരെങ്കിലും സഹായം ചെയ്തിട്ട് ചെയ്യും. അതൊക്കെ ദീക്ക് കൂട്ടിയിട്ട് ഇത് അയക്കപ്പെട്ടാലിട്ടോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടാകും. ഇതൊക്കെ എടുത്ത് വെച്ചാണ്ട് അന്യ ആളെടുത്ത് നിന്ന് കിട്ടിയതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ഈ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ തടയുന്നവർ എത്ര ഉണ്ട്? ഇയാളൊരു പണ്ഡിതൻ എന്നുള്ള ആൾക്കല്ല ഇവിടെ വന്നത്. ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തുന്ന ആ സമയത്ത് തന്നെ അത് പാടില്ലെങ്കിൽ ഇവിടെ അദ്ദേഹം ഒരു സമസ്തൻ്റെ ആളാണ്. ആ സമസ്ത അറിയുന്ന സംഘടന അതിനെ വിമർശിക്കുമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇയാൾ ചെയ്യുന്നത് ചൂഷണമാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവർക്കും അതിനു വേണ്ടി ഈ ആയുസ് ചെലവഴിക്കുന്നവർക്കും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എന്താ വെച്ചാൽ, നമ്മൾ ആ മജ്ലിസിക്ക് പോയാളോ ഒന്നുമല്ല. പക്ഷെ ഒരാളങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവിടെ ഈ സ്വൈര്യമായി ജീവിക്കുന്ന ഇന്ത്യയിൽ ഇത് മറുനാടൻ്റെ ചർച്ചയിൽ ഓരോ സ്ത്രീകൾ വന്നിട്ട്, മുസ്ലിം പേരുള്ള മുസ്ലിം നാമധാരികളായ സ്ത്രീകൾ വന്നിട്ട് അതിനെ വിമർശിക്കുമ്പോൾ ഇവർക്കെന്താ നേരിട്ട് ചെന്ന് വിമർശിക്കാനും അല്ലെങ്കിൽ കേസ് കൊടുക്കാനും ഇവർക്കാണ് മുൻകൈ എടുത്താൽ? ഇതിവിടെ ചാനലിൽ അവർക്ക് യൂട്യൂബ് തുടങ്ങി
അതിൽക്കൂടെ എന്താണ് കുറച്ച് ആളുകളൊക്കെ വശീകരിക്കണമെങ്കിൽ ഇതാണോ മാർഗം, എന്തൊക്കെ മാർഗമുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഇത്തരം ആളുകളെ അത് എന്ത് ചെയ്യുക, അതർഹിക്കുന്ന രൂപത്തിൽ അത് നമ്മൾ തള്ളിക്കളയണമെന്നും കൊള്ളേണ്ടതിന് കൊള്ളുകയും അല്ലാത്തതിനെ തള്ളുകയും ചെയ്യണമെന്ന് എനിക്കിത് പറയാനുള്ളത്. ഒരു വ്യക്തി അദ്ദേഹം നടത്തുന്ന സംഗതികൾ തട്ടിപ്പോ അതല്ലെങ്കിൽ അങ്ങനത്തതൊക്കെ ആണെങ്കിൽ അത് വല്ലാതെ നീളം പോകില്ല. അതുടനെ തന്നെ എന്താണ്, ഇന്നത്തെ എല്ലാ സംവിധാനങ്ങളുള്ള ഈ സാഹചര്യത്തിൽ അതൊക്കെ പിടിക്കപ്പെടും. ഇങ്ങനെ ചൂഷണങ്ങളോ അതല്ലെങ്കിൽ തട്ടിപ്പോ നടത്തുന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിന് പറ്റിയ പ്രത്യേകം ആളുകൾ തന്നെ ഉണ്ട്. ഞങ്ങളൊന്ന് ഒരു കേസാണ് കൊടുത്താൽ മതി. അപ്പോൾ എന്താണ്, അവരെ അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതി കണ്ട് ബോധ്യപ്പെട്ട് കണ്ട് അവരെന്താക്കും, അതിനെതിരെ പ്രതികരിക്കും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോലീസും മറ്റുള്ള എത്ര കടന്നിറങ്ങിയ സ്ഥലമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു എൻ്റെ പെരയിൽ ഫുള്ള് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് എന്ന്. ഈ ക്യാമറ വെച്ച് കണ്ട് ഇവർ ഈ പറയുന്ന തോന്നിയാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ഈ പറയുന്ന പെണ്ണുങ്ങൾ, ഈ രംഗത്ത് വന്ന പെണ്ണുങ്ങൾ അവരെ ഈ തങ്ങളെന്തെങ്കിലും ചെയ്തു പീഡിപ്പിച്ചു. എത്ര പീഡനങ്ങളും ദുരിതങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം ഇവിടെ എത്ര പാവങ്ങളെ രക്ഷിച്ചു. ആ യത്തീമക്കളൊക്കെ വിളിച്ചു കണ്ട് നിങ്ങൾ തളരൂല, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ ഇവർക്ക് ആരാളുള്ളത്? ഈ കമൻറ്റ് ചെയ്തുന്നവർക്കും നിങ്ങളൊക്കെ എന്താ കൊടുത്തത് ഇവിടെ സമൂഹത്തിന്? വേറെ ആളോട് വാങ്ങിക്കൊടുത്തായിട്ട് എന്താ നിങ്ങൾ വാങ്ങിക്കൊടുത്തത്? ഞാൻ നിങ്ങളൊക്കെ എന്താ വാങ്ങിക്കൊടുത്തത്? ആ കൊടുക്കണോല് കൊടുത്തോട്ടെ, ചെയ്യണോല് ആ ഓരോരുത്തരെ യുക്തിക്കനുസരിച്ച് അവർ ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷെ ദീൻ വിറ്റ് പണം ഉണ്ടാക്കുകയെന്ന് പറയേണ്ട, ദീൻ അറിയില്ല എന്ന് മൂപ്പര് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് അതിന് വലിയ ചില മൂല്യന്മാരാണ് എന്നുള്ള നിലക്കും ചില ആളുകൾ മൂപ്പരെ വിളിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, എങ്ങനെ ചെയ്തില്ലേ, ആ കൊടിമരത്തിൽ അങ്ങനെ ആക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടിമരം പല സ്ഥലത്തും പലരും നാട്ടിയിട്ടുണ്ട്. ആ കൊടിമരത്തിൻ്റെ ഒക്കെ ഒക്കുമ്പോൾ എന്താ? ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു പാവപ്പെട്ട തങ്ങളെ ഭാവിച്ചാൽ ഈ ഇൽമല്ലാതെ ഇല്ലാത്ത ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർക്ക് ഇങ്ങനത്തെ ഒരു ജനങ്ങളെ സ്വാധീനിക്കാനുള്ളൊരു കഴിവും അദ്ദേഹത്തിന് ഇങ്ങനെ ചാരിറ്റി നടത്താനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ വിട്ട് ഒരു കാര്യമില്ല. ഇതിൻ്റെ പേരാണ് കിബിർ കുസുമ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കിക്കൊണ്ട് വിമർശിക്കുകയാണെങ്കിൽ ആ തങ്ങളോട് നിങ്ങളെ ബാപ്പാൻ്റെ പേരൊരു വലിയപ്പാൻ്റെ പേര്, നാലാമത്തെ ഉപ്പാപ്പാൻ്റെ പേരൊക്കെ ഈ പെണ്ണുങ്ങൾ ചോദിക്കണത്. ഇവരെ തന്താര പേര് ഇവർക്കറിയോ? വലിയപ്പാരെ നമുക്കറിയോ? അങ്ങനെ ഒരു മനുഷ്യനെ എന്തൊക്കെ തേജോവധം ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്ക് മുസ്ലിം സമൂഹത്തിന് ചോദിച്ചതല്ല. മറ്റുള്ളവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, നമ്മൾക്ക് ചോദിച്ചതല്ല. ഇതിനൊക്കെ ഹിസാബ് പറയേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. വായ്ക്ക് സീൽ വെച്ച് കൈകൾ സംസാരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹ് ഇത്തരം ആളുകൾ ഷെറിൽ നിന്ന് നമ്മളെ കാക്കട്ടെ എന്നും ആ ഭാഗം തന്നെ ചിന്തിക്കാതെ നിന്നുകൊണ്ട്, അത് വിശ്വാസമില്ലാത്ത ആളുകൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ടല്ലോ. അങ്ങനെ ദിക്റോ മജ്‌ലിസോ നടത്തുന്നവർ നടത്തിക്കോട്ടെ, അതിൽ ഉപകാരം കിട്ടുന്നവർ കിട്ടിക്കോട്ടെ എന്ന് പറയല്ലാതെ ഇവിടെ വലിയ വലിയ പണ്ഡിത സംഘടനകളുണ്ട്. നിങ്ങളെ കുറച്ച് ആൾക്കാരെ ഇതിനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്താ വേണ്ടിയെന്ന് വെച്ചെങ്കിൽ ദീനിനെതിരായിട്ട് ശറഈനെതിരായിട്ട് ഇതുണ്ടാകുമ്പം അവർ തീരുമാനിക്കും. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സത്യമായി മനസ്സിലാക്കാനും ഒരാളെയും നിന്ദിക്കാതെ നിസ്സാരമാക്കാതെ ഇന്നങ്ങ് കഴിഞ്ഞാൽ എന്ന് കഴിഞ്ഞു, നാളത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നിങ്ങൾ പറഞ്ഞതും എഴുതിയതൊക്കെ അവിടെ ശേഷിക്കും. ഈ ചീത്ത പറഞ്ഞതൊക്കെ മരിച്ചാലും നമ്മളെ ഖബറിലേക്കൊരു മുതൽക്കൂട്ടാകും. അത് സയ്യിദന്മാരെ ഒക്കെ കുറ്റം പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഈമാൻ നശിച്ച് പോകും മരിച്ചു പോകുമ്പോൾ. എത്ര വലിയ ആൾക്കാരായിട്ടും കാര്യമില്ല. ഒരാളെ അള്ള ബഹുമാനിച്ചത് ഇത് ബഹുമാനിക്കൽ താദിമുമാമിൻ ഷായരിൽ ഈമാൻ. അള്ളാൻ്റെ അള്ള ബഹുമാനിക്കൽ ഈമാൻ്റെ ലക്ഷണമാണ്. ഈമാൻ മുറിഞ്ഞു പോകും. അപ്പോൾ ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കിപ്പം മൂപ്പരെ വിമർശിച്ച് പറയണമെങ്കിൽ നല്ല ആൾക്ക് നമുക്ക് പറയാം. പക്ഷെ അത് നമ്മളോട് ചോദിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ എന്നെ ഉപദേശിച്ചാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. നല്ലതാണെങ്കിലും നമ്മൾ വരുന്ന പോരായ്മകളൊക്കെ നിങ്ങൾ ഉണർത്തി തരിക.